പുഷ്പ 2 താഴത്തില്ലടാ, വേണമെങ്കിൽ ഇച്ചിരി താഴാട്ടാ, ലേശം ഇച്ചിരി താഴാനുള്ളതൊക്കെ പടത്തിലുണ്ട്. മാതിരി എൻജോയ് ചെയ്ത് ഞാൻ ഈ അടുത്തൊരു പടം തിയേറ്ററിൽ കണ്ടിട്ടില്ല ഗൈസ്. വെറുതെ പറയണല്ലേട്ടാ, മാതിരി എന്റർടൈനും. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ടിക്കറ്റ് എടുത്തോ, പൈസ പോവില്ല, സത്യമായിട്ടും. എൻജോയ് ചെയ്ത് നല്ല അടിച്ച് പൊളിച്ച് കാണാം. ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. സെന്റിമെന്റ്സ് ആണ് ഈ സിനിമയിലെ ഹൈലൈറ്റ്. സിനിമയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ, പടം തുടങ്ങുമ്പോൾ ഒരു ഇൻട്രോ സീൻ കാണിക്കും അല്ലു അർജുന്റെ. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 3G അല്ലോ നാഥ എന്ന് വിചാരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫഫയുടെ ഇൻട്രോ കാണിക്കും. ഫഫയുടെ ഇൻട്രോ തൊട്ട് പടം നൈസായിട്ട് പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശ്രീവള്ളിയുടെയും പിന്നെ മുല്ലശ്ശേരി ആ ഒരു വീട്ടുപേരിന്റെയും വെറുപ്പിക്കൽ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പടം ഫസ്റ്റ് ഹാഫ് ഈസ് എന്റർടൈനിങ്. കാരണം ഈ ഫഫ അല്ലു ഫൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു കോംബോ, രക്തചന്ദന കടത്ത്, അതുപോലെ തന്നെ നമ്മുടെ അല്ലു അർജുന്റെ ഈഗോ ഹേർട്ട് ആവുന്ന സീൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റിൽ ഫസ്റ്റ് ഹാഫിൽ കുറെ സീരിയസ് ആയിട്ട് ഇവർ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ കോമഡി ആയിട്ടുണ്ട്. ഇന്റർവെൽ പഞ്ച് കാണുമ്പോൾ നമുക്ക് റൺവേ സിനിമയെ അനുസ്മരിപ്പിക്കുമെങ്കിലും അതും രസമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ഫഹദ് ഫാസിൽ അല്ലു അർജുൻ സീൻസ് ഭയങ്കര രസമായിട്ടുണ്ട്. അങ്ങനത്തെ സീനുകളായിരുന്നു സിനിമയിൽ ഉടനീളം നമുക്ക് വേണ്ടത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അത് എവിടെയൊക്കെയോ മിസ്സായി. അവിടെ തൊട്ട് പടം നശിച്ചു. അതായത് ഈ രക്തചന്ദനം ആ കടത്തിന്റെ സ്റ്റോറിന്ന് പടം ചെറുതായിട്ട് ഫാമിലി ഡ്രാമയിലേക്ക് ഇങ്ങോട്ട് മാറും. എസ്പെഷ്യലി അല്ലു അർജുൻ അവാർഡ് കിട്ടിയോണ്ടാണോ എന്ന് അറിയില്ല, ഇത്തവണ അവാർഡ് കിട്ടാനാണോ എന്ന് അറിയില്ല. നമ്മുടെ കാന്താരയിലെ ഒരു സീൻ ഉണ്ടല്ലോ മറ്റേ ക്ലൈമാക്സിലെ, അതേപോലെ മറ്റേ അല്ലു അർജുൻ സാരി കൊടുത്തിട്ട് ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ശ്രീവള്ളിയുടെ ഒരു സെന്റിമെന്റ്സ് സീൻ ഉണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ഈ ലാസ്റ്റ് ഫൈറ്റ് കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ചത്ത്. പക്ഷെ അവിടെ 1-2 സീനൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങനെ കൺവിൻസിങ് അല്ലടേ. അത് എനിക്കറിയില്ല എന്തിനാണ് അങ്ങനെ. അല്ലു അർജുന് മാസ് കാണിക്കാനാണോ അതോ മാസ് കാണിച്ച് കോമഡി ആക്കാനാണോ, എന്തിനാണ് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത്? ചിലപ്പോ തെലുങ്ക് ഓഡിയൻസിന് ഇത് വർക്കിംഗ് ആയിരിക്കാം, എനിക്ക് വർക്കായില്ല. പക്ഷെ ആ ഫൈറ്റ് കണ്ടിട്ട് ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിരിച്ചിട്ട് രോമം വരെ ചിരിച്ചടേ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ക്ലൈമാക്സിൽ എന്തെങ്കിലും ഒരു സാധനം ഒരുക്കി വെച്ചിട്ടുണ്ടോ, ഇത് ക്ഷമിക്കാവുന്നതുള്ളൂ, കാരണം ഇത്തിരി ഓവറാന്നുള്ളൂ, അത് ക്ഷമിക്കുന്നുള്ളൂ. ക്ലൈമാക്സിൽ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുമ്പോ ഫാമിലി സെന്റിമെന്റ്സ്, അതായത് പുഷ്പയുടെ ഒരു സാധനം ഉണ്ടല്ലോ, പുഷ്പയുടെ ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ ഒരു സിനിമാസ്വാദകൻ എന്ന നിലയിൽ എനിക്കത് ഓക്കെ അല്ല. അങ്ങനെ ആ ഒരു ക്ലൈമാക്സിനോട് എടുക്കുമ്പോ പെട്ടെന്ന് എഴുതി കാണിക്കുന്നു ഏ ഫിലിം പോയി സുകുമാർന്ന്. അപ്പൊ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കും ഇതെന്ത് മലര്. കങ്കുവ പോലെ പടം മൊത്തം നിർപ്പിക്കലൊന്നുമില്ല, ഇതിൽ കുറെ സാധനങ്ങളുണ്ട്. അത് 3 മണിക്കൂർ 20 മിനിറ്റ് പടത്തിനെ ഒരു 2.25 മണിക്കൂറായിട്ട് കാണിച്ചിരുന്നെങ്കിൽ ഒന്ന് റീ എഡിറ്റ് ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് ഇറങ്ങിയാൽ ഇത്തിരി കൂടി രസമാകുമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ സുകുമാരന്റെ പടമാണ്, പുള്ളിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുള്ളി പടം ഇറക്കും, അതൊക്കെ ആളിറക്കിക്കോട്ടെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഇമോഷണൽ സീൻസ് അങ്ങോട്ട് കണക്ട് ആവാത്തെന്ന് പറഞ്ഞാൽ ഇമോഷണൽ സീൻസിനൊക്കെ ആളുകൾ ഇരുന്ന് ചിരിക്കുകയാണ്. എസ്പെഷ്യലി ഞാനും ചിരിക്കുകയാണ്. ചിരിച്ച് മതിയാവുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ പടം ഉറക്കൊളച്ച് പോയി കണ്ടതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം എൻജോയ് ചെയ്തേ, പടം എൻജോയ് ചെയ്തു. ഞാൻ എൻജോയ് ചെയ്ത് ചിരിച്ച് മരിച്ച്. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സെക്കൻഡ് ഹാഫിലേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫ് കിട്ടില്ല എന്ന് വിചാരിച്ച ആ ഒരു സ്ഥലത്തേക്ക് പടം എത്തിയില്ല. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഒരു ഗംഭീര സിനിമ കിട്ടേണ്ട സ്ഥലത്തുനിന്ന് ഇങ്ങനെ കോമഡി ആയിട്ട് ചിരിച്ച് അവസാനിപ്പിക്കേണ്ടി വന്നതിൽ, അതായത് മാസ് കാണിക്കാൻ വേണ്ടി അത്ര നേരം കാണിച്ച മാസൊക്കെ മതിയായിരുന്നു. ഇത് ഒരു ആവശ്യമില്ലാണ്ട് മാസ് കാണിക്കാൻ കുറെ സീൻസ് കുത്തി കയറ്റി പുഷ്പയെ എന്തൊക്കെയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ ഒക്കെ പോണ സിനിമയ്ക്ക് പോകുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് അടിച്ച് ചിരിച്ച് മരിക്കാതെ അങ്ങനത്തെ സീൻസ് ഉണ്ട്. സോങ്സിലേക്ക് വരുമ്പോ എനിക്ക് നമ്മളത് ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തിയേറ്ററിൽ കേട്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്താണെന്നൊന്നും ചോദിക്കരുത്, ഞാൻ പറയില്ല. ഈ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് തട്ടിക്കൂട്ടി എടുത്തതുപോലെ എനിക്ക് സമയം തികയാണ്ട് ഇങ്ങനെയൊക്കെ മതിയടേ, അത് ഇതൊക്കെ കൊണ്ടുപോകാം, നമുക്കൊരു തേർഡ് പാർട്ടിലേക്ക് ലീഡ് ഇടാം. അത് എന്തിനാണ് ആ തേർഡ് പാർട്ടി ലീഡ് എന്ന് പോലും മനസ്സിലായില്ല. എനിക്കറിയില്ല അത് എന്തിനാണ് ഇത് ആലോചിക്കാണ്ടാണോ പുള്ളി ചെയ്തത്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇങ്ങനെ ഒരു സ്റ്റോറിയിലേക്ക് അത് എത്തിക്കാൻ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓവറോൾ നല്ല ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇലക്ക കടിക്കില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തത്. ടുവേർഡ്സ് ക്ലൈമാക്സ് ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോഴും ഒരു ഇലക്ക കഴിച്ചു, അങ്ങനെ ബിരിയാണി കഴിച്ച ഒരു ഇത് പോയി. എന്തായാലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കുക. കാരണം കുറെ നല്ല സീൻസുകൾ ഉണ്ട് പടത്തിൽ, അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എസ്പെഷ്യലി ആ ഒരു സാരിയൊക്കെ എടുത്തുള്ള ഫൈറ്റിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവിടെയൊക്കെ പുഷ്പേനയല്ല നമ്മൾ കാണുന്നത്, അല്ലു അർജുന് മാസ് കാണിക്കാൻ വേണ്ടി ഒരു സീൻ വെച്ചതുപോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി എഴുതി അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ഞാൻ പോകുന്നു. ഈ അല്ലു അർജുന്റെ ഇൻട്രോ സീൻ ജപ്പാനിൽ കാണിക്കുന്നുണ്ട്. അത് എന്തിനായിരുന്നു കാണിച്ചത് എനിക്ക് മനസ്സിലായില്ല. അത് പിന്നെ സിനിമയിൽ യൂസേ ചെയ്യുന്നില്ല.
അത് നിങ്ങൾക്ക് എന്തിനായിരുന്നു കാണിച്ചെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞുതരൂ.